കെ.ടി. കുഞ്ഞിക്കണ്ണൻ, ധാർമ്മികമായി കൂടിയുള്ള ഉത്തരവാദിത്തം വിജയത്തിലും പരാജയത്തിലും ഒക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഇടതുമുന്നണി തോറ്റു എന്നതിന്റെ ചോദ്യത്തിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഏൽക്കേണ്ട ആൾ ക്യാപ്റ്റനായി നയിച്ച പിണറായി വിജയനാണ്. പിണറായി വിജയന് കിട്ടിയ തംസ് ഡൗൺ നെഗറ്റീവ് വോട്ട് കൂടിയാണല്ലോ ഇങ്ങനെ ഒരു വലിയ സുനാമി UDFന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയത്തിന്, കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിന് ഇടയാക്കിയത്. ജനങ്ങൾ എന്നെ നിരാകരിച്ചു എന്ന ബോധ്യത്തിൽ പിണറായി വിജയൻ മാറി നിൽക്കുകയും തിരിച്ചു വരാൻ പുതിയ ഒരാളെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡർഷിപ്പ് ഏൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലേ നിങ്ങളുടെ പക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും കരണീയമായ കാര്യം? അഭിലാഷേ, അത് പാർട്ടി സെക്രട്ടേറിയറ്റ് ഒക്കെ കൂടി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടി തീർച്ചയായിട്ടും ജനങ്ങളെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ അത് നടത്തിയ ക്ഷേമവികസന പ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിൽ, ജനങ്ങളത് പഠിപ്പിക്കുന്നതിൽ CPMന് വലിയ പരാധീനതകൾ ഉണ്ടായിട്ടുണ്ട്. ആ പരാധീനതയോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭരണരംഗത്തുള്ളവരുടെ പെരുമാറ്റങ്ങൾ, സമീപനങ്ങൾ ജനങ്ങളിൽ വലിയ അപ്രിയം, ജനങ്ങളിൽ വലിയ അനിഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പരിശോധിക്കാനും തിരുത്താനും ശ്രമിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ ഏതെങ്കിലും വ്യക്തിയുടെ ഒരു ധാർമ്മിക അപജയത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ദൂഷ്യത്തിൻ്റെ പ്രശ്നം മാത്രമായി ചുരുക്കി കാണുന്ന ഒരു മൂർഷാ ധാർമ്മിക തലത്തിൽ ഇത്തരം കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു രീതി ഞങ്ങൾക്കില്ല. ഇന്ന് ബഹുജനങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്വാധീനത്തിൽ നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തും ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ശോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ശോഷണത്തിന് കാരണമായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് എന്ന് പരിശോധിച്ചത് തിരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സമൂഹത്തിനകത്ത്, ഒരു മധ്യവർഗ സമൂഹത്തിനകത്ത് വളരെ വേഗത്തിൽ തന്നെ ചില സമീപനങ്ങൾ, ചില പെരുമാറ്റങ്ങൾ, ചില സംപ്രേഷണങ്ങൾ, ഇതൊക്കെ തന്നെ എന്താണ് പ്രശ്നവൽക്കരിക്കപ്പെടാം. അങ്ങനെ പ്രശ്നവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങളുടെയൊക്കെ തന്നെ വലിയ സാന്നിധ്യമുള്ള, അതിനൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ജനതയുള്ള സമൂഹത്തിനകത്ത് നമ്മളെല്ലാം രാഷ്ട്രീയ നേതാക്കളായാലും ഭരണാധികാരികളായാലും വളരെ സൂക്ഷ്മതയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കണം, വളരെ ശ്രദ്ധാപൂർവം, വളരെ വിനയപൂർവ്വം ജനങ്ങളോട് പെരുമാറണം എന്നുള്ളതാണ്. പക്ഷേ ഇടതുപക്ഷ നേതാക്കൾക്ക് സംഭവിക്കുന്ന എല്ലാ തരത്തിലുമുള്ള പിഴവുകളെ വലിയ രീതിയിൽ പെരുപ്പിക്കുന്ന, എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു മാധ്യമ തന്ത്രമുണ്ട്. ഇപ്പോൾ പത്രസമ്മേളനത്തിന് വേണ്ടി ഈ മാധ്യമപ്രതിനിധികളെ ആകെ വിളിച്ചു ചേർത്ത് അവിടെ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല എന്ന ബോധം പോലുമില്ലാതെ സമുന്നതനായ PCCയുടെ അധ്യക്ഷനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ വലിയ രീതിയിൽ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? നമ്മളെല്ലാം അത് കേട്ടതല്ലേ? നിങ്ങളൊക്കെ അത് ബീപ്പ് സൗണ്ട് വെച്ചിട്ട് പ്രക്ഷേപണം ചെയ്തതല്ലേ? ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ, എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചാൽ അത് വലിയ രീതിയിൽ പെരുപ്പിച്ച് ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികതയെ, അവരുടെ വ്യക്തിത്വത്തിലെ സ്വഭാവപരമായ ദൂഷ്യതയെ, അവരുടെ ധാർഷ്ട്യത്തെ ഒക്കെ വലിയ രീതിയിൽ പെരുപ്പിക്കുന്ന ഒരു സമീപനം ഇപ്പം മാത്രമല്ല, വിമോചന സമരകാലത്ത് നമ്മൾ കണ്ടതാണ്. അല്ല, അങ്ങനെയൊന്നും പറയണ്ട. അടുത്ത 5 വർഷത്തെ ഭരണാധികാരികൾ എങ്ങനെ പെരുമാറുന്നു, അവരുടെ വാക്കുകൾ എന്താണ്, അവരുടെ ശരീരഭാഷ എന്താണ്, അതിൽ ധാർഷ്ട്യമുണ്ടോ, ധിക്കാരമുണ്ടോ, ഇതൊക്കെ നമുക്ക് അടുത്ത ദിവസം മുതൽ കണ്ടു തുടങ്ങാം. അതല്ലാതെ ഒരു കൂട്ടരോട് പ്രത്യേക ആനുകൂല്യവും മറ്റൊരു കൂട്ടരോട് വൈരനിര്യാതന ബുദ്ധിയൊന്നും ഇല്ല. അത് ഇല്ലാന്ന് അഭിലാഷിനെ സ്വയം സമാധാനിക്കാം. നിങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരേ മൂലധന താല്പര്യത്തിന്റെ പിൻബലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങളായാലും ഇവിടുത്തെ ഭൂഷാ രാഷ്ട്രീയ പാർട്ടികളായാലും ഒരേ ബിസിനസ് മൂലധന താല്പര്യങ്ങൾക്ക് അകത്തു നിന്നാണ് പ്രവർത്തിക്കുന്നത്. ആ മൂലധന താല്പര്യങ്ങൾക്ക് പോറലേൽപ്പിക്കുന്ന ഭരണപരമായ നടപടികളോടുള്ള വലിയ രീതിയിലുള്ള രോക്ഷം ഇവിടുത്തെ വലതുപക്ഷ ശക്തികൾക്കുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ ഞാൻ ഈ ചർച്ചയ്ക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം UDFനകത്തെ, കോൺഗ്രസിനകത്തെ ഒരു ആഭ്യന്തര പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ആരാണ് പ്രതിപക്ഷ നേതാവാകുക എന്ന് തീരുമാനിക്കുക? ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടേതായ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കണം, നിക്ഷിപ്ത താല്പര്യങ്ങൾ നന്നായി നടപ്പായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളാണ്, ഇൻഷുറൻസ് ഗ്രൂപ്പുകളാണ്, വൻകിട കോർപ്പറേറ്റ് ശക്തികളാണ്. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ താല്പര്യങ്ങളുമായി കേരളത്തിലെ വിപണി പിടിക്കാൻ കാത്തു നിൽക്കുന്ന അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന നേതാക്കന്മാരാണ്. KC വേണുഗോപാലായാലും മിസ്റ്റർ സതീശനായാലും ഇവരൊക്കെ തന്നെ ഇവരെ കോർഡിനേറ്റ് ചെയ്ത ആളുകളാണ്. അല്ല, എനിക്ക് ഈ ഒരു ബൂർഷാ രാഷ്ട്രീയത്തിൻ്റെ സ്ഥാപനവൽകൃതമായ ഒരു ഭരണരൂപത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പം എന്നെപ്പോലുള്ള ഒരാൾക്ക് അതിന് പിറകിലുള്ള വർഗ താല്പര്യങ്ങളെ, അതിന് പിറകിലുള്ള മൂലധന താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഞാൻ ഒരു വിഡ്ഢിയല്ല, ഞാനൊരു ശിശുവല്ല. അത് അഭിലാഷ് മനസ്സിലാക്കണം. കേരളത്തിലെ ഈ സമ്പദ്ഘടനയിൽ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഉണ്ടായിരിക്കുന്ന സർക്കാരിന്റെ ഇടപെടൽ,
ഇതിനോടൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, രോഷം സൂക്ഷിക്കുന്ന വലിയ അല്ല, ബിസിനസ് ഗ്രൂപ്പുകളുണ്ട്. എന്റെ ഭാഷയെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ എന്തുകൊണ്ട് തോറ്റു ഒന്ന് പറയാമോ? അല്ല, അതാണ് ഇപ്പൊ ഈ സന്ദേശ സിനിമയിൽ കുമാരപിള്ള സഖാവിനോട് ഉത്തമൻ ചോദിച്ചതുപോലെ ഈ കൊളോണിയലിസ്റ്റ് ചിന്താസരണി ഒന്നും അല്ലാതെ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് ലളിതമായ ഭാഷയിൽ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നാണ് ആരാണ് പറയുന്നത്? ജ്യോതിർഘോഷാണോ പറയുന്നത്? അല്ല, സന്ദേശ സിനിമ പോലും അത്തരത്തിലൊരു പ്രത്യയശാസ്ത്ര അജണ്ടയിൽ ഉണ്ടായതാണ്. എല്ലാവിധത്തിലുമുള്ള പ്രത്യയശാസ്ത്രത്തെ നിരാകരിക്കുന്ന ഒരു വലതുപക്ഷ ആഗോളവൽക്കരണ അജണ്ടയിൽ ഉണ്ടായതാണ്. അത് അങ്ങനെ പുച്ഛിച്ച് പരിഹസിച്ച് തള്ളാവുന്നതല്ല. കാരണം പ്രശ്നങ്ങൾ അതിന്റെ ഉപരിപ്രവതയിൽ മാത്രം സമീപിക്കുന്ന, വളരെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു കളത്തിൽ നിന്ന് മാത്രം വിഷയങ്ങളെ സമീപിക്കുന്ന ആളുകൾക്ക് അതൊക്കെ എന്താണ്, നിങ്ങൾ താത്വിക വിശകലനം നടത്തുകയാണല്ലോ എന്ന് പറഞ്ഞ് തള്ളാം. പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് സർക്കാർ ഉടമസ്ഥയിലുണ്ടായിരിക്കുന്ന വലിയ വിദ്യാഭ്യാസ വികാസം, ആരോഗ്യരംഗത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ഇതിലൊക്കെ തന്നെ വലിയ താല്പര്യ നഷ്ടം ഉണ്ടായിരിക്കുന്ന, താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടമുണ്ടായിരിക്കുന്ന ആളുകളുണ്ട്. അനുയോജ്യമായ രീതിയിൽ മുൻവിധിയോടുകൂടി കാണണ്ടല്ലോ. ഇപ്പൊ പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങളെ അല്ലെങ്കിൽ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ UDF തകർത്ത് സ്വകാര്യ പുസ്തകങ്ങളെ ഏൽപ്പിക്കും. ഇതൊക്കെ നമ്മള് മുൻവിധിയോടുകൂടി പറയണോ? നോക്കാം നമുക്ക്. അങ്ങനെ വന്നാൽ അത് അപ്പൊ ചർച്ച ചെയ്യും. ഇതിപ്പോ ഒന്നും ആയിട്ടില്ലല്ലോ. ശരി, ആ ഗ്യാരണ്ടികൾ നോക്കിയാൽ അറിയാലോ അഭിലാഷേ. ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗ്യാരണ്ടികൾ നോക്കിയാൽ അറിയാലോ. ആ ഗ്യാരണ്ടികൾ ഏറ്റവും വലുതെന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്ന ആരോഗ്യ വിപണിയാണ്. അവിടെ എന്താണ് 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഗ്യാരണ്ടി കൊണ്ടുവന്നിരിക്കുക. ഈ ഇൻഷുറൻസ് ഗ്യാരണ്ടി കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? സർക്കാർ ആശുപത്രികളെ, സർക്കാർ ചികിത്സാ സംവിധാനങ്ങളെ തകർക്കുന്നതിലേക്ക് എത്തും. ആരോഗ്യ ബജറ്റ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ചെലവഴിക്കാനാവാത്ത ഒരു ഗതികേടിലേക്ക് കേരളത്തിന്റെ സമ്പദ്ഘടനയെ ആശുപത്രികൾ തകരുന്നത് എനിക്കറിയില്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ മെഡിസെപ്പ് ഈ സർക്കാർ കൊണ്ടുവന്നല്ലേ, അതിന്റെ പ്രീമിയം വാങ്ങിക്കുന്നുണ്ട് ഈ ജീവനക്കാരിൽ നിന്ന്. പക്ഷേ അതനുസരിച്ചുള്ള ഇൻഷുറൻസ് ഒന്നും കിട്ടുന്നില്ല എന്ന് പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് എത്ര? 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സ്കീമിന്റെ പ്രീമിയം എത്ര അടക്കണം? സർക്കാർ അടക്കുമോ? 85 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രീമിയം അടക്കാൻ പറ്റുമോ സർക്കാരിന്? അപ്പൊ ഈ ഗ്യാരണ്ടിയുടെ യുക്തി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആരോഗ്യ ചികിത്സാ രംഗത്തെ ഇന്നത്തെ സ്റ്റേറ്റ് സിസ്റ്റത്തെ ഇല്ലാതാക്കി പതുക്കെ സ്വകാര്യ ആരോഗ്യ ഗ്രൂപ്പുകളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ശരി, അല്ല അത് അവരെന്തായാലും എങ്ങനെ വളരെ സീരിയസ് ആയ പ്രശ്നമാണ്. അഭിലാഷ് ചിരിച്ച് ഈ ചർച്ചയില് നിങ്ങൾ സന്ദേശ സിനിമയിലെ ഇത് താത്വിക വിശകലനം നടത്തുകയാണെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഇത് വളരെ ഗൗരവാവഹമാണ്. ശരി, ഓക്കെ.